ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണല്ലോ. എന്താണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഇത് കണ്ടോക്കി കാണി ഒരു കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഒരു കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് എങ്ങനെ ഉണ്ടാക്കണം നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഞാൻ ഇതിന് കുറച്ച് ആവശ്യമായ ഫ്രൂട്ട്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് പോകേണ്ടത് കണ്ടല്ലോ, ഞാൻ ഒരു വെർമസല്ലി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു അരക്കപ്പ് വെർമസല്ലി വേണം. കണ്ടല്ലോ, വെർമസല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ബട്ടറാണ്. കണ്ട, കുറച്ച് ബട്ടർ ഉണ്ട്, പിന്നെ മിൽക്ക് ഉണ്ട്, പഞ്ചസാര ഉണ്ട്. കണ്ട, പിന്നെ നമുക്ക് വേണ്ടത് കസ്റ്റാർഡാണ്. കണ്ട, കസ്റ്റാർഡ് പൗഡർ ഉണ്ട്, കണ്ടൻസ് മിൽക്ക് ഉണ്ട്, പഞ്ചസാരയുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് കസ്റ്റാർഡ് ഫ്രൂട്ട് ഉണ്ടാക്കാൻ ഞാനൊരു ചെമ്പ് വെച്ചിട്ടുണ്ട്. ഞാനൊരു ചെമ്പ് വെച്ച് ആ ചെമ്പിലോട്ട് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടാ. ബട്ടർ മാത്രം ഇട്ടാലും ശരിയാവില്ല, ബട്ടർ മാത്രം ഇട്ടാൽ കരിഞ്ഞു പോവും. അതുകൊണ്ട് ഒരല്പം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടാ. ബട്ടർ മാത്രം ഇട്ടാലും നമ്മൾക്കുള്ള പിന്നെ വെർമസല്ലി പിന്നെ കളർ ആയിപ്പോവും. അപ്പൊ കുറച്ച് ഒരു തുള്ളി എണ്ണ ഒഴിച്ചു കൊടുക്കാം. കണ്ട, 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് പിന്നെ ഒന്ന് മൾട്ടാവുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി കൊടുക്കാം. ഇത്ര വെർമസല്ലി മതി, ഒരു അര കപ്പിന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. തോനെയൊന്നും വേണ്ട, തോനെ ഇട്ട് കൊടുത്താൽ കൊള്ളൂല. നമുക്ക് ഇത്ര മതി, ഇതിന്റെ ആവശ്യമുള്ള ഇത്ര, ഇതിന് കണക്കിനുള്ള ഫ്രൂട്ട് എടുത്താൽ മതി കേട്ടാ. ഞാൻ ഇതിലോട്ട് 1 കപ്പ് പാലാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത് കേട്ടാ. ഒരു കപ്പല്ല, 1 ലിറ്റർ പാൽ. ഇത് 1 ലിറ്റർ പാലാണ്. വെർമസല്ലി കളറാകുമ്പോൾ അതിലോട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് മധുരമൊക്കെ നിങ്ങൾക്കുള്ള ചോയ്സാണ്. ഞാൻ ഇവിടെ അരക്കപ്പ് പഞ്ചസാര ചേർക്കുന്നു. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നു അതനുസരിച്ചാണ് നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടാ. നിങ്ങൾ എത്രയാണ് എടുക്കണം അതനുസരിച്ച് നിങ്ങൾ പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടാ. ഇതിവിടെ വേവാറായി വരുന്നുണ്ട്, തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇനി 2 ടീസ്പൂൺ, 2.5 ടീസ്പൂൺ ഓളം വേണ്ടി വരും. കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, കണ്ടല്ലോ. ഇതിൽ നമുക്കൊരു 2 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ ആണ് കേട്ടോ, ടീസ്പൂൺ അല്ല. ഞാൻ എടുക്കുന്ന ടേബിൾ സ്പൂൺ ആണ്. അപ്പൊ അതിൽ നിന്നൊരു ഞാനൊരു 3 ടീസ്പൂൺ ചേർത്തുണ്ട്. നമുക്ക് പോരെങ്കിൽ പിന്നെ കലക്കി ഒഴിക്കാം. നമ്മൾ എടുത്ത പാലിന്റെ കപ്പിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ അതിലോട്ട് ചേർത്തിട്ട്, വെള്ളമല്ല പാല് ചേർത്തിട്ട് നമുക്ക് ഇതും കൂടെ കലക്കി കട്ടയില്ലാതെ അരിച്ചൊഴിച്ചു കൊടുക്കണം കേട്ടോ. കട്ട വരരുത്, കട്ട വരുന്ന കൊള്ളൂല. അതായത് ഇങ്ങനെ ഒരുവിധം റെഡിയായിട്ട് വരുന്നുണ്ട്. കണ്ട, ഞാൻ ഇതുപോലെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അരിപ്പ് വെച്ചിട്ട് കസ്റ്റാർഡ് പൗഡർ അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ. അരിച്ചു വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ കട്ട പിടിക്കുന്ന. ഞാൻ കട്ടയൊന്നും ഉണ്ടെന്ന് അറിയത്തില്ല, ഇല്ല എങ്കിലും നമുക്ക് നല്ലതാണ് അരിച്ചൊക്കെ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ കട്ടയൊന്നും ആയാ കൊള്ളൂല. അപ്പൊ ഞാൻ ഇതുപോലെ അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കുള്ള കസ്റ്റാർഡ് ഇവിടെ കുറുവി വരുന്നുണ്ട്. നമുക്കൊരല്പം ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഉപ്പ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ട് 1 നുള്ള് ഏലക്ക പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. 1 നുള്ള്, അപ്പൊ നല്ല ഒരു ഫ്ലേവർ കിട്ടും കേട്ടാ. 1 നുള്ള് ഏലക്ക പൗഡർ. ഇനി നമുക്ക് അടുത്ത വേണ്ടതെന്ന് പറഞ്ഞാല് ഏലക്ക പൗഡർ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെ കട്ടായിട്ട് കിടക്കും കേട്ടാ. ഇതിപ്പോ എനിക്ക് തോന്നുന്നു കട്ടായിട്ട് കിടക്കണം. അപ്പൊ ഇനി നമുക്ക് ഒരല്പം, ഇനി അതിലോട്ട് ഒരല്പം വാനില പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടാ. വാനില പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 നുള്ള് മതി, ഇത്ര മതി. കാരണം എന്ന് വെച്ചാല് നമുക്ക് ഇതിന്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടാ. ഏലക്കായും എല്ലാം കൂടെ ആകുമ്പോ ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ കണ്ടോ, ഞാനിവിടെ തീ ഓഫാക്കാൻ പോവുകയാണ്. ഓഫാക്കിയിട്ട് ഞാൻ പുറത്തെടുത്ത് തണുക്കാനായിട്ട് വെക്കുകയാണ്. നല്ലതുപോലെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ കാച്ചിയ കസ്റ്റാർഡ് ഒരു ബൗളിലോട്ട് മാറ്റിയാണ്. ഇതിലോട്ട് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. നല്ലപോലെ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് തണുക്കാനായിട്ട് ഞാൻ ഇത് മാറ്റി വെക്കുകയാണ്. കണ്ട,
ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ കേട്ടോ. ഇതാ കസ്റ്റാർഡ് നമുക്ക് ഇതിവിടെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. മാറ്റി വെച്ചല്ലോ, ഇതാ അവിടെ ഇരുന്ന് നല്ലതായിട്ട് കൂളായിട്ട് വരണം. ആ നേരം കൊണ്ട് നമുക്ക് ഫ്രൂട്ട്സ് ഒന്ന് കട്ടാക്കി എടുക്കാം. നമ്മൾ ഇതുപോലെ ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്യാം. ഇതെല്ലാം കട്ട് ചെയ്തും കൊണ്ട് വരാം ഞാൻ. ഹലോ പൊന്നു മക്കളെ, ഞാൻ മറന്നുപോയി, ഞാൻ ഓർമ്മിക്കാതെ ഞാൻ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കേട്ടോ. ഞാൻ വേറൊന്നും ചെയ്തില്ല. ഈ നമ്മൾ ഇതുണ്ടാക്കി വെച്ച കസ്റ്റാർഡ് ഉണ്ടല്ലോ, കസ്റ്റാർഡിലോട്ട് ഞാൻ കാണിച്ചെന്ന കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ആ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഞാൻ ഇതിലോട്ടിട്ടങ്ങ് ഇളക്കി ഇട്ടതിന് ശേഷമാണ് ഓർത്തത്. കണ്ടല്ലോ നമ്മളെ കസ്റ്റാർഡ് ഫ്രൂട്ട്സ്. ഇഷ്ടപ്പെട്ടാൽ കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡാണ്. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ ഓരോന്ന് കുറച്ച് നട്സും കൂടെയൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അലമോ പിന്നെ ബദാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.